ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മെറിറ്ററി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് പോളിസിയുടെ ലാപ്സേഷന് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. പല ആളുകളും പോളിസി എടുത്താൽ അത് ചിലപ്പോൾ അടയ്ക്കാതെയും പല കാരണങ്ങൾ കൊണ്ട് അത് വിട്ട് കളയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോളിസികൾ കൃത്യമായിട്ട് ആ പീരീഡിൽ പേയ്മെന്റ് നടക്കാതെ വരുമ്പോൾ അത് ലാപ്സായിട്ട് അത് പോകുന്നു. അതായത് അത് റദ്ദാക്കപ്പെടും. അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിരിക്കാം നമ്മൾ കൂടുതലും ഇത്തരം പോളിസികൾ എടുക്കുന്നത്. ആ ഒരു പോളിസി ലാപ്സ് ആവുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾക്കാണ് തടസ്സം വരിക. പ്രത്യേകിച്ചും ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിനുള്ള ഒരു പരിരക്ഷ അത് അവിടെ നഷ്ടമാകുന്നു. ആ ഒരു കുടുംബത്തിന്റെ പരിരക്ഷ നഷ്ടമാകുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വോൾ ലൈഫ് പോളിസി ഒക്കെ ആണെങ്കിൽ ജീവിതകാലം മുഴുവനൊക്കെ ബെനിഫിറ്റ് കിട്ടേണ്ട പോളിസിയൊക്കെ ആണെങ്കിൽ അതിന്റെ ക്യാഷ് വാല്യൂ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഒരു പോളിസി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെയാണ് നമ്മൾ അവതാളത്തിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലാപ്സ് ആവാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഇനി അതെങ്ങനെ നമുക്ക് ലാപ്സേഷൻ ഒഴിവാക്കാം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ പരിചയമുള്ള ഒരു അഡ്വൈസറിന്റെ ഇതുകൊണ്ടോ റിലേറ്റീവ്സ് പറഞ്ഞത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലർ പോളിസിയൊക്കെ എടുക്കുന്നത്. അതിന്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് യോജിച്ചതാണോ എന്നൊന്നും നോക്കാതെയാണ് പലരും സ്കീമിലൊക്കെ ചേരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു പ്രീമിയം കൊണ്ടായിരിക്കാം പലപ്പോഴും ആ പോളിസി പിന്നെ മുന്നോട്ട് അടച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്കീമിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ആണോ അവിടെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് യോജിച്ച ഒരു സ്കീമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച രീതിയിൽ നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ടുള്ള സ്കീമിൽ ചേരുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇടവേളകളിൽ അടച്ചു പോവേണ്ടതുണ്ട്. പലപ്പോഴും പലരും മറന്നു പോകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നു. കാരണം മറ്റു പല ആവശ്യങ്ങൾ വരുമ്പോൾ ഇത് ഇൻഷുറൻസ് അല്ലേ, അത് വേണ്ട എന്ന് വെക്കുന്ന ആളുകളാണ്. പക്ഷെ അതിന്റെ പ്രാധാന്യം അറിയില്ലാത്തത് കൊണ്ടാണ് അത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അടച്ചു പോകാനായിട്ട് ഓട്ടോ ഡെബിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബാങ്ക് വഴി ആക്കുകയാണെങ്കിൽ കൃത്യമായ ഡേറ്റിൽ അത് ബാങ്കിൽ നിന്ന് അടഞ്ഞു പോയിക്കോളും. നമ്മൾ അപ്പോൾ അതിനെക്കുറിച്ച് മറന്നു പോയാൽ പോലും ബാങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടഞ്ഞു പോയിക്കോളും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓട്ടോ പേയ്മെന്റ് എന്ന രീതിയിൽ ഒരു സ്കീമിൽ ചേരാൻ സാധിക്കും. അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ഇയർലി ആവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ആ ഓട്ടോ പേയ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓരോ സ്കീമിനനുസരിച്ചിട്ടും അതിന് ഗ്രേസ് പീരീഡ് എന്ന ഒരു പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ഇപ്പൊ ക്വാർട്ടർലിയൊക്കെ അടയ്ക്കുന്ന ഒരാളാണ് 3 മാസം കൂടുമ്പോൾ എമൗണ്ട് അടച്ചു പോകുന്നതാണ്. ഇപ്പൊ ഈ മാസം അടയ്ക്കേണ്ട ഒരു ഇതാണ്, നമ്മളുടെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഗ്രേസ് പീരീഡിനുള്ളിൽ അത് അടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മന്ത്ലി ആണെങ്കിൽ ഒരു 15 ദിവസവും ക്വാർട്ടർലി ഒക്കെ ആണെങ്കിൽ 30 ദിവസമാണ് ഗ്രേസ് പീരീഡ് വരുന്നത്. അപ്പൊ ഈ മാസം അടയ്ക്കേണ്ട ഇതിന് നമുക്ക് ഈ മാസം കിട്ടിയില്ലെങ്കിലും 30 ദിവസത്തിനുള്ളിൽ അത് അടച്ചാൽ മതി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ആ ക്യാഷ് അറേഞ്ച് ചെയ്ത് അടയ്ക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോളിസി ലാപ്സ് ആവാതെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കുടുംബത്തിന് കിട്ടേണ്ട പരിരക്ഷ നമുക്ക് ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും നല്ല സ്കീമുകളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സ്കീമുകളിൽ ചേരുന്നതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേണ്ട ഗൈഡൻസ് തരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.